ഹായ് കൂട്ടുകാരെ, ഇതേ ഞാൻ വീണ്ടും എത്തിയിട്ടോ. അപ്പം ഇന്ന് എന്നാന്നോ കുടപ്പൻ, പാളയംകുടം പഴത്തിൻ്റെ കുടപ്പൻ കണ്ടോ. ഇതിലാണ് നമുക്ക് ഇതിൻ്റെ തോലെല്ലാം പൊളിച്ച് കളഞ്ഞ് ഈ വെള്ളവശം വരുന്ന വരെ ഇത് പൊളിച്ച് കളഞ്ഞ് കേട്ടോ. എന്നിട്ടാണ് നമ്മളിത് കട്ട് ചെയ്ത് ഉണ്ടാക്കേണ്ടത്. പിന്നെ പാളയംകുടത്തിൻ്റെയും ഏത്തവാഴയുടെയും കുടപ്പൻ മാത്രമാണ് ടേസ്റ്റ് ഉള്ളത്, കയ്പില്ലാത്തത്. ബാക്കി എല്ലാ പഴങ്ങളുടെ കുടപ്പിന് കയ്പുണ്ട് കേട്ടോ. പിന്നെ പാളയംകുടൻ്റെ ആകുമ്പോൾ കുറച്ച് അധികമൊക്കെ കിട്ടും. ഇത് ഒടിച്ചു കളഞ്ഞാൽ മാത്രമേ ഉരുണ്ട് വരുള്ളൂ എന്നാണ് പഴയ ആൾക്കാരൊക്കെ പറയുന്നത്. അതുകൊണ്ട് ഞാനിങ്ങ് ഒടിച്ചെടുക്കും. അപ്പോൾ ഇതെന്തൊക്കെയാണ് ചേർക്കേണ്ടതെന്ന് പറയട്ടെ. ആദ്യം ഇത് കുരുകുരാന്ന് അരിയണം. അരിഞ്ഞ് ഞാനൊരു അരമണിക്കൂർ മുമ്പ് വെളിച്ചെണ്ണയും ഉപ്പും തിരുമ്മി വെച്ചിരിക്കുന്ന കേട്ടോ. ഇങ്ങനെ വെച്ചാലാണ് ഇതിൻ്റെ കറ പോകുള്ളൂ പറയണത്. അപ്പം ഇതിങ്ങനെ വെച്ചിട്ട് പിന്നെ വേണ്ടത് കറിവേപ്പില, വെളുത്തുള്ളിയും ചുവന്നുള്ളിയും കാന്താരിമുളക്, തേങ്ങ, ഇതെല്ലാം കൂടെ ഒതുക്കി കേട്ടോ ചേർക്കണേ. എന്നിട്ട് മഞ്ഞൾപ്പൊടി ചേർക്കുക, വെളിച്ചെണ്ണ ഒരു ഇച്ചിരി ഒഴിക്കുക, കടുക് പൊട്ടിക്കുക. ഇതെല്ലാം കൂടെ തപ്പി പൊത്തി വെച്ച് ഒരു 10 മിനിറ്റകം വെന്തു. വളരെ നല്ലതാണ്, ഹെൽത്തിന് വളരെ നല്ലതാണ് തന്നെ. കരൾ രോഗങ്ങൾക്ക് ഏറ്റവും നല്ല ആഹാരമാണെന്നാണ് പറയണത്. അപ്പോൾ ഓക്കെ.